മൂടിയ തണുപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അത് ശരിയാണല്ലോ, മഞ്ഞ് മൂടിയ തണുപ്പ്. സോറി കേട്ടോ, മഞ്ഞ് മൂടിയ രാവിലെ അല്ലെങ്കിൽ നല്ല മഞ്ഞ് മൂടിയ എന്താ പറയുക ഓക്കെ. ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. തുടക്കം തന്നെ പാളിയിട്ടുണ്ട്, സാരമില്ല. അപ്പം ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ വീട്ടിലാണ്, വയനാടാണ്. അപ്പം നമ്മൾ രാവിലെ എത്തി, കുറച്ച് കഴിഞ്ഞ പാട് നമ്മളൊരു ചെറിയൊരു ട്രാവൽ മൈൻഡായിട്ട് ഇറങ്ങിയതാണ്. നല്ല മഞ്ഞ് മൂടിക്കിടക്കുന്ന കണ്ടപ്പോൾ നമ്മൾ ചായ കുടിക്കാനുള്ളൊരു അനുഭൂതിയിൽ ഞാനും എൻ്റെ കെട്ടിയവനും അങ്ങ് പത്തനംതിട്ടയിൽ നിന്ന് ഞാൻ വയനാട് ഇറക്കിയതാട്ടോ ഗൈസ്. അപ്പോൾ അങ്ങേരെയും കൂട്ടി നമ്മൾ 3 പേരും കൂടെ ജസ്റ്റ് ഒരു കാപ്പി കുടിക്കാം, ചായ കുടിക്കാം എന്നുള്ളൊരു മൈൻഡിൽ ഇറങ്ങിയതാണ് കേട്ടോ. ഒടുക്കത്തെ തണുപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒടുക്കത്തെ തണുപ്പൊന്നുമല്ല, സഹിക്കാൻ പറ്റിയ തണുപ്പും. പക്ഷെ ഇങ്ങനെ മഞ്ഞൊക്കെ ഇങ്ങനെ മൂടിക്കിടക്കുന്ന കാണാൻ തന്നെ ഭയങ്കര രസമായിരുന്നു കേട്ടോ. അപ്പോൾ കൊളുന്ത് കൊള്ളാനൊക്കെ ആൾക്കാർ പോകുന്നുണ്ട്. കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് ജീവിക്കുന്ന വയനാട്ടുകാരാണ് ഗൈസ്. അപ്പോൾ എൻ്റെ കെട്ടിയവനാണെങ്കിൽ പാഞ്ഞ് പറന്ന് മറ്റേ എന്താ പറയുക, പന്നി കുത്തിയിടാത്തത് ഭാഗ്യം എന്ന് വേണമെങ്കിൽ പറയാം. ആ തേയിലക്കാട്ടിൽ കൂടെയൊക്കെ ചാടി മറിഞ്ഞ് ഭയങ്കര ആസ്വാദനം കേട്ടോ. കാരണം ഭയങ്കര ചൂടെന്നാണല്ലോ, നമ്മൾ എറണാകുളത്തുള്ള സമയത്ത് അറിയാലോ, വൃത്തികെട്ട പുഴുങ്ങിയ ചൂടെന്ന് നമ്മൾ ഇങ്ങോട്ടൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഭയങ്കര മൈൻഡ് റിലാക്സിങ് ആണ്. പിന്നെ എൻ്റെ നാടായതുകൊണ്ട് പറയല്ല, അങ്ങനെ ആൾക്കാരെ കൊണ്ട് ശല്യമൊന്നുമില്ല, സമാധാനപരമായിട്ടുള്ള നാടാണ്. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മളൊന്ന് പുറത്തു പോകാമെന്ന് വിചാരിച്ചു. നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു സ്പോട്ടുണ്ട്, അങ്ങോട്ടേക്കാണ് നമ്മൾ പോകുന്നത്. ഈ കാണുന്ന മലയാണ് ചെമ്പ്രമല എന്ന് പറയും, ചെമ്പ്ര പീക്ക്. നമ്മളെ വയനാട്ടിലെ ഏറ്റവും വലിയ മലയാണെന്നാണ് അറിയപ്പെടുന്നത്. അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മളെ തൊട്ട് വീടിൻ്റെ അടുത്ത് ഒരു 10 കിലോമീറ്റർ ഒന്നും ഇല്ല കേട്ടോ, കുറച്ച് ഒരു 15 മിനിറ്റ് യാത്ര ചെയ്ത് എത്തിക്കഴിഞ്ഞാൽ എത്തുന്ന ഒരു സ്പോട്ടാണിത്. സൺറൈസ് വാലി എന്ന് പറയും. ഇത് ടൂറിസ്റ്റ് അലൗഡ് പണ്ടായിരുന്നു. പിന്നെ ഈ എന്താ പറയുക, കുറേ പിള്ളേർ വന്ന് ഭയങ്കര പ്രൈവസിയൊക്കെ ഉള്ള സ്ഥലമായതുകൊണ്ട് തന്നെ പല പരിപാടികൾ ഒപ്പിക്കുന്നത് കാരണം അവിടെ അടച്ചു പൂട്ടി പോയിട്ടുണ്ട്. പക്ഷെ നമ്മളെപ്പോലെയുള്ള ആൾക്കാർ, പാവങ്ങളൊക്കെ വന്ന് കഴിഞ്ഞാൽ ഇവിടെ നമ്മളെ അലോ ചെയ്യുന്നതാണ്. അവിടുത്തെ ഒരു വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലനിരകളാണ്, ഭയങ്കര വ്യൂ ആണ്, ഭയങ്കര എന്താ പറയുക, അടിപൊളിയാണ് കേട്ടോ. കാണാനായിട്ട് തന്നെ ഭയങ്കര രസമാണ് കേട്ടോ. അപ്പോൾ നമ്മളെ ചിങ്കിടി അനിയത്തിമാരെയൊക്കെ കൂട്ടിയിട്ട് നമ്മൾ എല്ലാത്തിനും പെറുക്കിയെടുത്ത് നമ്മളിത് കാണാൻ വേണ്ടി വന്നതാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ഒടുക്കത്തെ അടിപൊളി വ്യൂ ആണ്. നമ്മളിങ്ങനെ ആകെ വരുന്നത് ഒരു 1-2 ദിവസത്തിനായിരിക്കും. അപ്പം നമുക്ക് ഒരു വലിയ വ്ളോഗായിട്ടൊന്നും ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. ഞാൻ കുറച്ച് ഷോയൊക്കെ കാണിച്ച് റീൽസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഭാഗ്യം കൊണ്ട് തെറിച്ച് വീണില്ല. ഞാൻ ഗർഭിണിയായി ഞാൻ വലിഞ്ഞു കുത്തി കയറി ഗൈസ്. അപ്പം അത്രേ ഉള്ളൂ. അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും വീട്ടിലെത്തി ഗൈസ്. നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചു, നമ്മൾ റിട്ടേൺ പോകണം. അപ്പോൾ അതിൻ്റെ പരിപാടികളൊക്കെ ആയിട്ട് ഇരിക്കുകയാണ്. ഇതൊരു ചെറിയ വ്ളോഗാണ് കണ്ടോ. അനിയത്തിമാർ ചേട്ടായിനെ അങ്ങ് എന്താ പറയുക, തലയൊക്കെ തലോടി മസാജ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. സംഭവം വേറെ ഒന്നുമല്ല, ഇത് നമ്മളെ ചെമ്പരത്തി താളിയാണ്. ഭയങ്കര ബെനിഫിറ്റാണ് ഹെയറിന്. ബെനിഫിറ്റ് എന്ന് മീൻസ് ഭയങ്കര തണുപ്പാണിത് തേച്ച് കഴിഞ്ഞാൽ കേട്ടോ. അപ്പോൾ എനിക്ക് തേക്കണം എന്നുണ്ടായിരുന്നു, എനിക്ക് പെട്ടെന്ന് കോൾഡ് വരുന്ന കാരണം ഞാനത് തേച്ചില്ല. പക്ഷേ നമ്മുടെ ചാക്കോച്ചൻ അവിടെ ഉറങ്ങി ഇങ്ങനെ ഇരിക്കുകയാണ്, കാരണം നല്ല സുഖമാണല്ലോ. ഇതൊക്കെ തേച്ച് നല്ല മസാജ് ചെയ്യുമ്പോഴേക്കും നല്ല തണുപ്പായിരിക്കും, അടിപൊളിയല്ലേ. അപ്പോൾ ഇതാണ് ഗൈസ് എൻ്റെ വീട്. ചെറിയൊരു വീടാണ്. നമ്മൾ കഷ്ടപ്പെട്ട് എന്താ പറയുക, നമ്മൾ കുറേ നാളത്തെ ആഗ്രഹമാണ് ഒരു വീട് കെട്ടണമെന്ന്. അങ്ങനെ ഞങ്ങൾക്ക് ദൈവം തന്നൊരു വീടാണെന്ന് വേണമെങ്കിൽ പറയാം. ചെറിയൊരു വീട്. നമ്മളെ കിണർ കുറച്ച് വെറൈറ്റിയാണ് കേട്ടോ, കുറച്ച് വെറൈറ്റി. ആ കൂട്ടിൽ 2 കോഴികളാണുള്ളത്. എൻ്റെ പട്ടികളെയൊക്കെ കൊടുത്തു. അപ്പോൾ പട്ടിയൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോൾ പട്ടിയൊന്നുമില്ല. ഇപ്പോൾ ഞങ്ങൾ മാത്രമേ ഉള്ളൂ. കിണറാണ്, ഒരു മരത്തിൻ്റെ സ്റ്റൈലിൽ നമ്മൾ ചെയ്യുന്നതാണ്. എങ്ങനെയുണ്ട്, അടിപൊളിയാണോ? എനിക്ക് ഈ കിണർ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം നമ്മൾ പച്ച പതിച്ച വീട് ഇതാണ് ഗൈസ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ രാത്രി റിട്ടേൺ പോവുകയാണ്. അതിന് മുന്നേ ആയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ചുരം കാണാമെന്ന് വെച്ചിട്ട് ഒരു ചായ കുടിക്ക് വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും ഇറങ്ങിയതാണ് ഗൈസ്. അപ്പോൾ ഇതൊക്കെ ഒരു സിമ്പിൾ ചെറിയൊരു വീഡിയോ ആണ്. ഞാൻ കാര്യമായിട്ട് വീട്ടിലുള്ള കാര്യങ്ങളൊന്നും എടുക്കാനായിട്ട് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പറ്റിയിട്ടില്ല, ക്ഷീണം എല്ലാം കൂടെ ആയിട്ട്. അപ്പോൾ എല്ലാത്തിനെയും പെറുക്കിയെടുത്ത് വണ്ടിയിലിട്ട് വീണ്ടും നമ്മൾ ചായ കുടിക്കാനായിട്ട് പോയതാണ്. അപ്പോൾ ഇന്നത്തെ പരിപാടികളൊക്കെ ഇവിടെ തീർന്നിട്ടുണ്ട്. ഇനി ഞങ്ങളിന്ന് റിട്ടേൺ പോവും. അപ്പോൾ അതിൻ്റെ ഒരു സങ്കടമുണ്ട്, എന്നാലും സാരമില്ല. ഇനി ബാക്ക് ടു വയനാട്ടിലോട്ട് വരുമ്പോൾ പുതിയ വ്ളോഗുകളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ, കുറച്ച് നേരത്തെ വീഡിയോ ആണ്. വയനാട്ടിൽ വരാൻ താല്പര്യമുള്ളവരൊക്കെ ആണെങ്കിൽ വേഗം വിട്ടോ, നല്ലൊരു ക്ലൈമറ്റ് ആണ് ഇപ്പോൾ കേട്ടോ. അപ്പോൾ വലിയ കുഴപ്പമില്ലാത്ത ക്ലൈമറ്റ് ആണ്. അപ്പം ഞങ്ങളെ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ പ്രത്യേകമായി ഞങ്ങൾക്ക് ലൈക്ക് തരണം, കമൻറ്റ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യുക. ഞങ്ങളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി നമ്മൾ കൊച്ചി കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇനി വരുന്നത്. കൊച്ചി പോയിട്ട് കൊച്ചിയിലെ
ഫുഡ് വ്ളോഗ് ചെയ്യാം, അല്ലെങ്കിൽ വല്ല കുക്കിംഗ് വീഡിയോ ചെയ്യാം, അല്ലെങ്കിൽ വല്ല സ്കിൻ കെയർ ഇങ്ങനത്തെ പരിപാടിയൊക്കെ ആയിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. വയനാടിൻ്റെ കാഴ്ചകളൊക്കെ ജസ്റ്റ് ഒന്ന് ഓടിച്ച് കാണിച്ചെന്നുള്ളൂ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്തേക്ക് കേട്ടോ.